ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല പ്രോട്ടീൻ റിച്ചായ ഒരു കഞ്ഞിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വെയിറ്റ് കുറക്കാൻ ശ്രമിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു നല്ല റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ വെച്ച് നമുക്ക് ഈ കഞ്ഞി ഉണ്ടാക്കാം. അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വിശക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ വിശപ്പിനെ നിയന്ത്രിക്കാൻ പറ്റിയ കഞ്ഞിയാണ് കേട്ടോ ഇത്. അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു 3 ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് തലേന്ന് കുതിർത്ത് വെക്കാം. ഒരു 3 ടീസ്പൂൺ ചെറുപയർ കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് തലേന്ന് കുതിർത്ത് വെക്കാം. പിന്നെ നമ്മൾ 1 ടീസ്പൂണ് ഉലുവ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണേ. ഇത് നമ്മൾ കഴുകിയിട്ട് നന്നായിട്ട് കുതിർത്ത് വെക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ കഴുകിയിട്ട് കുക്കറിലിട്ട് നമ്മൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ. ഇതുപോലെ എടുത്താൽ നമ്മൾ 3-4 വിസിലിന് നന്നായിട്ട് വെന്ത് കിട്ടും. കുതിർക്കേണ്ട ആവശ്യമില്ല. ചൂടായി ചെറിയൊരു ബ്രൗൺ കളറായാലും നമുക്കിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് വറന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് വേവാൻ ആവശ്യമായ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു 2-3-4 വിസിൽ വന്നാലേ ഇത് വേവുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് ഉലുവ കുതിർത്തത് വെള്ളത്തോടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതുകൂടി ചേർത്ത് നമുക്ക് മൂടി വെച്ച് കുക്കർ അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അതിനുശേഷം ഒരു പാത്രം എടുത്ത് വെച്ച് അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് റാഗിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കി വെച്ച് മാറ്റി വെക്കാം കേട്ടോ. 1-1.5 ടീസ്പൂണോ റാഗിപ്പൊടി എടുക്കാം. ഇത് നമ്മൾ മാറ്റി വെക്കാം, കലക്കി വെക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചെറുപയറൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ കലക്കി വെച്ച റാഗിപ്പൊടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് കലക്കി ഒന്നുകൂടി തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇത് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ. റാഗിപ്പൊടി ഇട്ടതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കുക. തിളച്ച് വന്നാൽ നമുക്ക് ഇതിലേക്ക് ടേസ്റ്റിന് വേണ്ടി കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. 1 ടീസ്പൂണൊന്നും വേണ്ട, കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് തിളച്ച് വന്നാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ വെയിറ്റ് ലോസിന് പറ്റിയ കഞ്ഞി ഇവിടെ തയ്യാറായി. നമുക്ക് വിശപ്പിന് വേറൊന്നും വേണ്ട കേട്ടോ. ഇത് മാത്രം മതി. തേങ്ങയുടെ അളവ് കുറക്കുക. മുതിരയും ചെറുപയറും നമ്മൾ തലേന്ന് തന്നെ കുതിർത്ത് വെച്ച് ഒരു തുണിയിൽ കെട്ടി വെച്ചാൽ ഇത് നമുക്ക് മുളച്ച് കിട്ടും കേട്ടോ. അപ്പോൾ മുളച്ച ചെറുപയറിൻ്റെ ഔഷധ ഗുണം പിന്നെ പറയണ്ടല്ലോ. പിന്നെ 1 വിസിലിന് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ചെറുപയർ മുതിര കഞ്ഞി ഇവിടെ റെഡിയായി കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കഞ്ഞി ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. ഇതുവരെ ട്രൈ ചെയ്യാത്ത കൂട്ടുകാർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.